വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ കാലിൽ ബസ് കയറി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പുതുക്കാട് സിഗ്നലിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കടന്നലാക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കടന്നലാക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും എണ്ണമേറുന്നു. മന്ത്രി ഇടപെട്ടിട്ടും ഡിസംബർ മാസത്തെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല. കേരള കലാമണ്ഡലത്തിലെ ജീവനക്കാർ സമരത്തിലേക്ക്. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപത്തെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ജില്ലയിൽ ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാട്ടുപന്നി ശല്യം ഒഴിവാക്കാൻ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ക്വാഡ് യാഥാർത്ഥ്യമായില്ല. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ഒന്നാം കല്ല് സെന്ററിൽ കാലിലൂടെ ബസ് കയറി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. ഒന്നാം കല്ല് പുതുവീട്ടിൽ 70 വയസ്സുള്ള നബീസയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്നലെ ബസ് തെറ്റി കയറിയ ഇവർ ബസ്സിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം. പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ സ്വദേശികളായ പരപ്പള്ളിൽ വീട്ടിൽ ഗണേഷ്, ഭാര്യ ചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. കാലിന് ഗുരുതര പരിക്കേറ്റ ചിത്രയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സിഗ്നലിൽ മഞ്ഞ വെളിച്ചം പ്രകാശിച്ചതിനെ തുടർന്ന് നിർത്താൻ ഒരുങ്ങിയ ബൈക്കിന് പുറകിൽ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 30 മീറ്ററോളം ബൈക്ക് തെറിച്ചുപോയി. കണ്ണൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ ഡോക്ടറാണ് കാർ ഓടിച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കടന്നൽ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വെള്ളാശ്ശേരി വീട്ടിൽ 75 വയസ്സുള്ള മുകുന്ദനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുകുന്ദനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ കൂനിപ്പറമ്പിൽ രജീഷിന്റെ ഭാര്യ നിഷ, അണ്ടൂരത്തിൽ സന്ദീപ് എന്നിവരെയും കടന്നലുകൾ ആക്രമിച്ചു. വയലമ്പം സെന്ററിന് തെക്ക് വശമായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന മുകുന്ദനെ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ കടന്നലുകൾ പിന്തുടർന്ന് കുത്തി പരിക്കേൽപ്പിച്ചു. പിന്നെ അവരാണ് ആസ്പത്രിയിൽ കൊണ്ടുപോയത്. ഇവരുടെ വീട്ടിലാണ് വൈകുന്നേരം ആകുമ്പോ വന്നിരുന്നത്. പിന്നെ ഇന്നലെ അവിടത്തെ അതിനെ കുത്തി, അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഇങ്ങോട്ട് വരും. ഇപ്പൊ ഈ കുത്തല് കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഒരു 3-4 ഇങ്ങോട്ട് വന്നു കരടിക്ക്. അപ്പൊ എന്റെ മോൻ വിളിച്ചു പറഞ്ഞ അമ്മ കര കയറിയിരുന്നു. കണ്ണ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കര കയറിയിരുന്നു. കൂട്ടത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഓടാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോഴാണ് തുടങ്ങിക്കണത്. ഇപ്പൊ ഒരു 2 കയ്യില് സിന്ധു. തേനീച്ചാക്രമണങ്ങൾ മൂലമുള്ള മരണങ്ങളേറുന്നു. ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതിൽ കൂടുതലും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും. കടന്നൽ ആക്രമണം മൂലം കഴിഞ്ഞ ദിവസവും ജില്ലയിൽ മരണമുണ്ടായി. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് കടന്നൽ കുത്തേറ്റ് ജീവൻ നഷ്ടപ്പെട്ടത് 10-ലധികം പേർക്കാണ്. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കഴിഞ്ഞാൽ ജീവികളുടെ ആക്രമണത്തിലുള്ള മരണങ്ങളിൽ 2ാം സ്ഥാനമാണ് കടന്നൽ തേനീച്ച ആക്രമണങ്ങൾക്കുള്ളത്. കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് കൂടുതലായും ആക്രമണത്തിന് ഇരയാകുന്നത്. തേനീച്ച കടന്നൽ ആക്രമണം മൂലം സംഭവിക്കുന്ന ജീവഹാനിക്ക് വനം വന്യജീവി വകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് 10 ലക്ഷം രൂപയും വനത്തിന് പുറത്തുണ്ടാകുന്ന ജീവഹാനിക്ക് 2 ലക്ഷം രൂപയുമാണ് നൽകുന്നത്. കഴിഞ്ഞ വർഷമാണ് നഷ്ടപരിഹാര തുക സംബന്ധിച്ച ഉത്തരവ് ഭേദഗതി ചെയ്തത്. തേനീച്ചകളുടെയും കടന്നലുകളുടെയും ആക്രമണത്തിൽ വ്യത്യാസമുണ്ട്. തേനീച്ചകൾ കുത്തുമ്പോൾ കൊമ്പ് ഒടിഞ്ഞ് ശരീരത്തിൽ കയറും. കൊമ്പിനൊപ്പം വിഷസഞ്ചിയും വയറിന്റെ കുറച്ച് ഭാഗവും ഉണ്ടാകും. ഇവ നഷ്ടപ്പെടുന്നതിനാൽ കുത്തിയ ശേഷം തേനീച്ചകൾ ജീവിച്ചിരിക്കില്ല. കടന്നലുകളുടെ കുത്തേറ്റാൽ കൊമ്പുകൾ തറച്ചിരിക്കുകയില്ല. കടന്നലുകൾക്ക് ഇതുകൊണ്ട് തന്നെ നിരവധി തവണ കുത്താൻ സാധിക്കും. പക്ഷികളുടെ ആക്രമണത്തിലും ശക്തമായ കാറ്റിൽ കൂട് ഇളകുമ്പോഴും കടന്നൽ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ കൂട് നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കടന്നൽ തേനീച്ച ആക്രമണങ്ങൾ പതിവാണ്. TCV തൃശൂർ. മന്ത്രി ഇടപെട്ടിട്ടും ഡിസംബർ മാസത്തെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല. കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ സമരത്തിലേക്ക്. വിവിധ വകുപ്പിലെ അധ്യാപകരും ജീവനക്കാരും പ്രതിസന്ധിയിൽ. നവംബർ 31-ന് കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള രേഖ കലാമണ്ഡലം നൽകിയിരുന്നു. എന്നാൽ കെ രാധാകൃഷ്ണൻ MP-യും UR പ്രദീപ് MLA-യും ഇടപെട്ട് മന്ത്രി സജി ചെറിയാന് നിവേദനം കൊടുത്തതിനെ തുടർന്ന് ഡിസംബർ 1-ാം തീയതി തന്നെ എല്ലാ താൽക്കാലിക ജീവനക്കാരെയും മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരിച്ചെടുത്തു. കലാമണ്ഡലത്തിലെ എല്ലാ ശമ്പള കുടിശ്ശികയും തീർത്തുതരുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ജീവനക്കാർ ജോലിക്ക് കയറിയത്. എന്നാൽ നവംബർ മാസം 50 ലക്ഷം രൂപ ഗവൺമെന്റ് അനുവദിക്കുകയും
ഒക്ടോബർ മാസത്തെ കുടിശ്ശിക തീർക്കുകയും ചെയ്തു. നവംബർ മാസത്തെ ബാക്കി ശമ്പളം കൊടുക്കാൻ 1.5 കോടി രൂപ കലാമണ്ഡലം ആവശ്യപ്പെട്ടപ്പോൾ 90 ലക്ഷമാണ് കലാമണ്ഡലത്തിന് ലഭിച്ചത്. ഇതിൽ കുടിശ്ശികയും മറ്റും കൊടുത്തു തീർത്തപ്പോൾ ഡിസംബർ മാസത്തെ ശമ്പളം കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയിലാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അധ്യാപകർ പോയിരിക്കുകയാണ്. അവർ തിരിച്ചു വന്നതിന് ശേഷം സമരത്തിലേക്ക് പ്രവേശിക്കും എന്ന് കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ അനിൽ പറഞ്ഞു. TCV ന്യൂസ്, ചെറുതുരുത്തി. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപത്തെ മാലിന്യ കൂമ്പാരം അധികൃതർ നീക്കം ചെയ്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ഇന്നലെ വരെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നു ഇവിടെ. TCV വാർത്ത നൽകിയപ്പോൾ ഇപ്പോൾ ക്ലീനായി. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയെന്ന് TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുന്നതിനാൽ ഇവിടെ മാലിന്യ കൂമ്പാരമായി മാറിയിരുന്നു. മൂക്കുപത്താതെ ഈ വഴി കടന്നുപോകാനാകാത്ത സ്ഥിതിയായിരുന്നു. TCV വാർത്തയെ തുടർന്ന് മാലിന്യം നീക്കം ചെയ്യുകയായിരുന്നു. ഇനിയും ഇവിടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറാതിരിക്കാൻ ക്യാമറയും അതുപോലെ തന്നെ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. ജില്ലയിൽ ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കാട്ടുപന്നി ശല്യം ഒഴിവാക്കാൻ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ക്വാഡ് യാഥാർത്ഥ്യമായില്ല. നേരത്തെ വനമേഖലയിൽ മാത്രമാണ് കാട്ടുപന്നിശല്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലും പന്നിശല്യം രൂക്ഷമാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ പകൽ പോലും കാട്ടുപന്നികൾ സ്വൈരവിഹാരം നടത്തുകയാണ്. കൃഷി നശിപ്പിക്കുക മാത്രമല്ല, മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവങ്ങളും ഏറിവരികയാണ്. പന്നികൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടി അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. ജനവാസ മേഖലയിൽ മനുഷ്യജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വനം വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ കാട്ടുപന്നികളെ വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ളവരുടെ അഭാവം തടസ്സമായി. ഇതേ തുടർന്നാണ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് വനംവകുപ്പ് പ്രഖ്യാപിച്ചത്. വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ സർവീസിൽ നിന്നും വിരമിച്ച ജവാന്മാർ, റൈഫിൾ ക്ലബ്ബിൽ അംഗങ്ങളായവർ എന്നിവരെ ഉൾപ്പെടുത്തി സ്ക്വാഡ് രൂപീകരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം തുച്ഛമായ പ്രതിഫലം നൽകുന്നത് ഈ മേഖലയിൽ വിദഗ്ധരെ ലഭിക്കുന്നതിന് തടസ്സമായി. സാരി വലിച്ചുകെട്ടിയും പാത്രങ്ങളിൽ കൊട്ടിയും കൃഷിയിടങ്ങളിൽ നിന്ന് കാട്ടുപന്നികളെ അകറ്റി നിർത്താൻ കർഷകർ ശ്രമിക്കുകയാണ്. പക്ഷേ കൃഷി നശിപ്പിക്കുന്നതും കാട്ടുപന്നികളുടെ ആക്രമണങ്ങളും ദിനംപ്രതി ഏറിവരുന്നു. TCV, തൃശൂർ. വിളവെടുക്കാറായ നെൽകൃഷി കാട്ടുപന്നി, മയിൽ എന്നിവയിൽ നിന്ന് രക്ഷിക്കാൻ രാവും പകലും പാടത്ത് കാവലിരുന്ന് കർഷകർ. തെക്കുംകര പഞ്ചായത്തിലെ വിരുപ്പാക്ക മണലിപ്പാടം പാടശേഖരത്തിലാണ് കർഷകർ കാവൽ നിൽക്കുന്നത്. 8 ഏക്കർ പാടശേഖരത്ത് കാട്ടുപന്നികൾ നാശം വിതച്ചതോടെ പരമ്പരാഗത കർഷകരായ സജി മഞ്ഞില, മണികണ്ഠൻ എന്നിവരാണ് തങ്ങളുടെ കൃഷി സംരക്ഷിക്കാൻ കാവലിരിക്കുന്നത്. 3 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്താണ് ഇവർ കൃഷി ഇറക്കിയത്. ഈ മാസം വിളവെടുക്കാൻ പാകമായ നെൽച്ചെടികളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. രാത്രിയിൽ കാട്ടുപന്നികളാണെങ്കിൽ പകൽ മയിലുകളാണ് കൃഷി നശിപ്പിക്കുന്നത്. വിള ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ലഭിക്കുന്നത് നിസ്സാര തുകയാണെന്ന് കർഷകർ പറയുന്നു. കൊയ്യാറായിട്ടുള്ള കണ്ടങ്ങളാണ് മുഴുവൻ. ഞങ്ങളിപ്പോൾ വെറും ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി മാത്രമല്ല കൃഷി പണിയുന്നത്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൃഷിയൊക്കെ പണിയുന്നത്. രാത്രി മുഴുവൻ കാവലിരുന്നാലും നമ്മളൊരു ലേശനേരം കണ്ണ് മയങ്ങി പോകുമ്പോൾ അവർ വന്ന് ഇറങ്ങാം. അപ്പോൾ ഈ മൊത്തം നമ്മളിപ്പോൾ ഒരു 10 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ 2 ആളെ നോക്കണം. നോക്കുമ്പോൾ നമ്മുടെ നോട്ടം എത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെയാണെങ്കിൽ അവരപ്പുറത്ത് പോയി ഇറങ്ങും. ഇവിടെ പടക്കം പൊട്ടിക്കലും ടോർച്ചടിക്കലും ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ അങ്ങനെ പാടത്തോടി നടക്കണേ പണി. പന്നികൾ നശിപ്പിച്ച ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ളത് കൊയ്തെടുത്താൽ നെല്ല് സപ്ലൈകോ സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പന്നിശല്യം മൂലം കൃഷി നശിക്കുമ്പോൾ ഉപജീവനത്തിന് മറ്റു വഴികൾ തേടേണ്ട സ്ഥിതിവിശേഷമാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം 25 വേദികളിലായാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. അതിജീവനത്തിന്റെ നേർസാക്ഷ്യമാണ് കലോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 15,000-ഓളം കലാകാരന്മാരാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കലോത്സവത്തിന് തുടക്കം കുറിച്ച പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് പതാക ഉയർത്തി. കലോത്സവം ബുധനാഴ്ച സമാപിക്കും. ഗോത്ര നൃത്തരൂപങ്ങൾ മത്സരവേദിയിലെത്തുന്ന ആദ്യ കലോത്സവമാണ് ഇത്തവണത്തേത്. തൃശൂരിൽ DCC പ്രസിഡന്റ് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്നും പ്രസിഡന്റ് ഉണ്ടായിട്ടും തൃശൂരിൽ 3,00,000 വോട്ടിന് തോറ്റുവെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞു.
തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറണമോ എന്ന് തീരുമാനിക്കേണ്ടത് തന്ത്രിമാരാണ്. തന്ത്രിമാർക്കാണ് ക്ഷേത്രകാര്യങ്ങളിൽ പൂർണ്ണ അധികാരം. ഇത് രാഷ്ട്രീയം പോലെ തീരുമാനിക്കേണ്ട കാര്യമല്ലെന്നും മുരളീധരൻ പറഞ്ഞു. അമ്പലങ്ങളിൽ ഷർട്ടിട്ട് കയറുന്ന ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയാണ്. ഇപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ ഷർട്ടിട്ട് കയറാം, എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഷർട്ടിടാറില്ല. തൃശ്ശൂരിൽ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും ഷർട്ടിടാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിമാരാണ്. തന്ത്രിമാർക്കാണ് ക്ഷേത്ര കാര്യങ്ങളിൽ പൂർണ്ണ അധികാരം. പക്ഷേ തന്ത്രിമാർ തീരുമാനം എടുക്കുന്നത് ദേവപ്രശ്നം നോക്കിയിട്ടാണ്. ഇതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അല്ലാതെ ഇത് രാഷ്ട്രീയം പോലെ അങ്ങ് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ നോക്കി തീരുമാനം എടുക്കണം, അത് ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുക. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടാണോ ചെന്നിത്തല NSS പരിപാടിയിൽ പങ്കെടുത്തതെന്ന ചോദ്യത്തിന് ആദ്യം കേവല ഭൂരിപക്ഷം കിട്ടട്ടെ, എന്നിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാമെന്നും അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും സാമുദായിക സംഘടനകൾ ഒരിക്കലും തങ്ങളുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സ്വാധീനം ചെലുത്താറില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ആദ്യം ഞങ്ങളുടെ ലക്ഷ്യം ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം കിട്ടിയിട്ടല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ദേശീയ നേതൃത്വമാണ്. അത് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെയാണ് തീരുമാനിക്കുക. സാമുദായിക സംഘടനകൾ ഒരിക്കലും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സ്വാധീനം ചെലുത്താറില്ല. കോൺഗ്രസിന് NSS ഒരിക്കലും അകൽച്ചയുണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടും. ആര് വിചാരിച്ചാലും ഇനി പിണറായി വിജയനെ രക്ഷിക്കാനാകില്ല. മുരളിയുടെ കൂടെ നിൽക്കുന്നവർ പാർട്ടിക്ക് പുറത്താണല്ലോ എന്ന ചോദ്യത്തിന് അകത്തും കാര്യമായ പണിയൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. എടമുട്ടത്ത് കുടുംബ വഴക്കിനിടെ യുവാവിന് കത്തിക്കുത്തേറ്റു. കഴിമ്പ്രം തവളക്കുളം സ്വദേശി പള്ളത്തുവീട്ടിൽ അഖിലിനാണ് കുത്തേറ്റത്. എടമുട്ടം സെന്ററിന് പടിഞ്ഞാറ് സൊസൈറ്റിക്ക് സമീപത്തായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ വലപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന 2 ടിപ്പർ ലോറികൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. വേലൂർ കോടശ്ശേരി കുന്നിന് സമീപത്ത് നിന്ന് മണ്ണെടുത്തിരുന്ന ലോറികളാണ് പിടികൂടിയത്. കുന്നിൻ ചെരുവിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് വൻതോതിലുള്ള മണ്ണെടുപ്പ് നടന്നിരുന്നത്. പുലർച്ചെയാണ് മണ്ണെടുത്ത് ലോറികളിൽ കടത്തിയിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലോറികൾ പിടികൂടിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 57,720 രൂപയാണ്. പവന് 360 രൂപയാണ് കുറഞ്ഞത്. 45 രൂപ കുറഞ്ഞ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 7,215 രൂപയിലെത്തി. തുടർച്ചയായ 3 ദിവസവും സ്വർണ്ണവിലയിൽ വർധനവുണ്ടായതിനു ശേഷം പുതുവർഷത്തിൽ ഇതാദ്യമായാണ് വിലയിൽ ഇടിവുണ്ടായത്. ഇന്നലെ ഒറ്റയടിക്ക് 640 രൂപ വർദ്ധിച്ചാണ് സ്വർണ്ണവില വീണ്ടും 58,000 കടന്നത്. റൂറൽ ജില്ലയ്ക്ക് പുതിയ പോലീസ് മേധാവി. റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി B. കൃഷ്ണകുമാർ ചുമതലയേറ്റു. നിലവിലുണ്ടായിരുന്ന പോലീസ് മേധാവി നവീത് ശർമ്മയ്ക്ക് പകരമാണ് കൃഷ്ണകുമാർ ചുമതലയേറ്റത്. ഗുണ്ടകൾക്കും സാമൂഹ്യ വിരുദ്ധർക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ചുമതല ഏറ്റെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനസൗഹൃദമായ രീതിയിൽ ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്നിരുന്ന തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നു. അധികം വൈകാതെ സ്റ്റാൻഡ് ഗതാഗതത്തിനായി തുറന്നു നൽകും. ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലെ അത്യാധുനിക രീതിയിലുള്ള കോൺക്രീറ്റിംഗ് സമയബന്ധിതമായി തന്നെ 1.5 മാസം കൊണ്ട് പൂർത്തിയാക്കി. ഇനി ഏതാനും ചില അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ബാക്കിയായുള്ളത്. അതേസമയം ബസ് യാത്രക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറാതിരിക്കാൻ ട്രാക്കിൽ സ്റ്റോപ്പർ നിർമ്മിക്കണമെന്നും തകർന്നു തുടങ്ങിയ തൂണുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. ദിനംപ്രതി 100 കണക്കിന് ബസ്സുകൾ വന്നുപോകുന്ന ശക്തൻ സ്റ്റാൻഡ് 1987 ആരംഭിച്ച ശേഷം പതിറ്റാണ്ടുകളായി ഇവിടെ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല. മധ്യകേരളത്തിന്റെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലൊന്നായ ശക്തൻ ബസ് സ്റ്റാൻഡിലെത്തുന്നവർ വലിയ ദുരിതമാണ് അനുഭവിച്ചു പോന്നിരുന്നത്. നവീകരണത്തിന്റെ തുടർച്ചയെന്നോണം അധികം വൈകാതെ തന്നെ അത്യാധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് നിർമ്മാണത്തിനും തുടക്കം കുറിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അധികൃതർ. TCV ന്യൂസ്, തൃശൂർ. ശക്തമായ വേലിയേറ്റം മൂലം പുഴയിൽ നിന്ന് വെള്ളം കയറി കടപ്പുറം പഞ്ചായത്തിലെ 9-ാം വാർഡ് നിവാസികൾ ദുരിതത്തിൽ. മുനിക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ മുതൽ അഴിമുഖം വരെയുള്ള ഭാഗങ്ങളിലാണ് ഉപ്പുവെള്ളം കരയിലേക്ക് കയറിയതിനെ തുടർന്ന് നാട്ടുകാർ ദുരിതത്തിലായത്.
ശാസ്ത്രീയമായ രീതിയിൽ പുഴയോട് ചേർന്ന് ഭിത്തി കെട്ടാത്തതിനെ തുടർന്നാണ് ഈ ദുരിതം. പുഴയോരത്ത് താമസിക്കുന്ന വീടുകളിലേക്ക് വെള്ളം കയറുന്നത് പതിവായിരിക്കുകയാണ്. വീടിനു ചുറ്റും ഉപ്പുവെള്ളം കയറുന്നതിനാൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് ഇവിടത്തുകാർ. പഞ്ചായത്ത് ഇടയ്ക്ക് വെള്ളം എത്തിക്കാറുണ്ടെങ്കിലും ഇത് അപര്യാപ്തമാണ്. കുടിവെള്ള പൈപ്പുകളെല്ലാം പുഴവെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഇതുമൂലം പണം കൊടുത്ത് വെള്ളം വാങ്ങിക്കേണ്ട സ്ഥിതിയാണ്. വീടുകളുടെ ഉള്ളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. തെങ്ങ്, വാഴ ഉൾപ്പെടെ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. പുഴയിൽ മണൽ നിറഞ്ഞു കിടക്കുന്നതിനാൽ വേലിയേറ്റമുണ്ടായാൽ വളരെ പെട്ടെന്ന് വെള്ളം കരയിലേക്ക് കയറുന്ന സ്ഥിതിയാണ്. എത്രയും വേഗം ഭിത്തി കെട്ടുകയും പുഴയിലെ മണൽ വാരി ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ദളിത് വിരുദ്ധ സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ പറഞ്ഞു. SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ കെടുകാര്യസ്ഥതയിലും പട്ടിക വിഭാഗ ദ്രോഹങ്ങളിലും പ്രതിഷേധിച്ച് ദളിത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന്റെ തൃശൂർ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭയിലെ രണ്ടാമനായ K. രാധാകൃഷ്ണനെ മാറ്റി MP ആക്കിയത് പിണറായിക്ക് മരുമകനെ രണ്ടാമനാക്കാൻ വേണ്ടിയായിരുന്നു. മൂന്നാമതും അധികാരത്തിൽ വരില്ലെന്ന് ഉറപ്പുള്ളതിനാൽ മുഖ്യമന്ത്രി പരമാവധി കൈയിട്ട് വാരുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MK വേലായുധൻ, MK രാജേഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജിത് മാട്ടോൽ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പെരിങ്ങാട് പുഴ വിഷയത്തിൽ മുരളി പെരുന്നെല്ലി MLA നിലപാട് തിരുത്തണമെന്ന് DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് വള്ളൂർ. റിസർവ് ഫോറസ്റ്റ് നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ കുടിയിറക്കുവാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് MLA ആണെന്ന് ജോസ് വള്ളൂർ ആരോപിച്ചു. പാവറട്ടി പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ജനദ്രോഹപരമാണെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, ഭാരവാഹികളായ ജോയ് ആന്റണി, റൂബി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളിയതുമൂലം പാടത്ത് കൃഷിയിറക്കാനാകാതെ തൊഴിലാളികൾ. ചെറുവള്ളിക്കടവ് പാലത്തിന് സമീപം 1 ഏക്കർ സ്ഥലത്താണ് ചെറുള്ളിയിൽ വീട്ടിൽ വിനോദ് നെൽകൃഷിക്കായി പാടം പാട്ടത്തിനെടുത്തത്. ട്രാക്ടർ പൂട്ടിയ പാടത്ത് രാത്രിയിൽ ശുചിമുറി മാലിന്യം തള്ളുകയായിരുന്നു. ഞാറ് നടാൻ ഒരുക്കങ്ങൾ പൂർത്തിയായ പാടത്ത് ശുചിമുറി മാലിന്യം നിറഞ്ഞതോടെ ഈ ഭാഗത്ത് കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മേഖലയിൽ CCTV സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൃഷി ഇറക്കിയപ്പോൾ തന്നെ ട്രാക്ടർ 2 പ്രാവശ്യം ഉഴുതതിന് ശേഷം 2 തവണ ഇപ്പോൾ ഈ കക്കൂസ് മാലിന്യം ഇത് കൊണ്ടുവന്ന് തട്ടി. ഈ കക്കൂസ് മാലിന്യം തട്ടുമ്പോൾ ആരാണോ എന്താണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം രാത്രി സമയത്താണ് ഇതിൽ വന്നിട്ട് ക്യാമറ. ഈ ചെറുവള്ളിപ്പുഴ പറക്കുഴി പടവിൻ്റെ ചെറുവള്ളിപ്പുഴ ഭാഗത്ത് 22 തവണ ഇത് തട്ടുന്നത്. പിന്നെ അല്ലാതെ തന്നെ ഹോട്ടല്, പലചരക്ക് വേസ്റ്റുകൾ അപ്പുറപ്പുറം അത് നിക്ഷേപിക്കുന്നത് വേറെ. സർക്കാർ ആശുപത്രികളിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ അയോഗ്യരെ നിയമിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. സുഹൈബ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KV പങ്കജാക്ഷൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി P. പ്രവീൺ, TV നവജി, PR ദിലീപ് കുമാർ, K. ലീന തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കഴിഞ്ഞ 2.5 വർഷമായി കുറി വെച്ചവർക്ക് കുറിസംഖ്യ തിരികെ നൽകിയിട്ടില്ലെന്ന ആരോപണം. ഇത് സംബന്ധിച്ച് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയെങ്കിലും ആർക്കും നിയമപ്രകാരം നൽകേണ്ട രശീതി നൽകിയിട്ടില്ലെന്നും ഇടപാടുകാർ പറഞ്ഞു. തവണകളായി കുറിസംഖ്യ കൊടുക്കാമെന്ന് ഉടമകൾ പോലീസുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും പണം ഇതുവരെയും ലഭിച്ചില്ലെന്ന് ഇടപാടുകാർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സജി, സജിത, പ്രവീൺ എന്നിവർ പങ്കെടുത്തു. വൈദികനായി അഭിക്ഷിതനായി അലോപ്പതിയിലും ആയുർവേദത്തിലും ബിരുദമെടുത്ത ഡോക്ടർ. കുരിയച്ചിറ കുരുതുകുളങ്ങര റപ്പായി ലീലാമ്മ ദമ്പതികളുടെ മകൻ 44 വയസ്സുള്ള സുമേഷ് കുരുതുകുളങ്ങരയിലാണ് തൃശൂർ പുത്തൻപള്ളിയിൽ വൈദികനായി അഭിഷിക്തനായത്. വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ അങ്കണത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ചൊരുക്കിയ പുൽക്കൂട് കാണാൻ ജനപ്രവാഹം.
15 ലക്ഷം രൂപയോളം ചിലവഴിച്ച് സജ്ജമാക്കിയ പുൽക്കൂട് വിസ്മയം കാണാൻ ഇതിനകം ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിയത്. ദേവാലയത്തിന് ചുറ്റുമുള്ള ഒരേക്കറോളം സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് ഈ ദൃശ്യവിസ്മയം ഒരുക്കിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചാലക്കുടിയിൽ നിന്നും പറമ്പിക്കുളം വനത്തിലേക്കുണ്ടായിരുന്ന കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിലൂടെയിരുന്ന തീവണ്ടി, വിമാനം, കപ്പൽ, ഇന്ത്യ ഗേറ്റ്, വെള്ളച്ചാട്ടം, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ ചന്ത തുടങ്ങിയവയെല്ലാം മെഗാ പുൽക്കൂട്ടിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. മെഗാ ബജറ്റ് സിനിമകൾക്ക് സെറ്റ് നിർമ്മിച്ചിട്ടുള്ള കലാകാരന്മാരുടെ സഹായത്തോടെയാണ് 2K24 എന്ന് പേരിട്ട പുൽക്കൂടൊരുക്കിയത്. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ ജനങ്ങൾ 1 മാസം നീണ്ട അധ്വാനത്തിലൂടെയാണ് പുൽക്കൂടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്രിസ്മസ് രാത്രിയിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത പുൽക്കൂട് കാണാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് പേരാണ് ഇതിനകം എത്തിയത്. ദിവസവും വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. തിങ്കളാഴ്ച രാത്രി വരെ ഈ ദൃശ്യവിസ്മയം ജനങ്ങൾക്ക് കാണാനാകും. TCV കൊടകര. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി തൃശൂർ മേഖലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 22-ന് സംസ്ഥാന വ്യാപകമായി സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നതിന്റെ മുന്നോടിയായാണ് കൺവെൻഷൻ നടത്തിയത്. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. TC മോഹനചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സുബിൻ തോപ്പിൽ, AU വൈശാഖ്, സ്മിത, വിജയ് മെർലി എന്നിവർ സംസാരിച്ചു. എന്നുള്ള ഒരു വലിയൊരാണ് ഒരു അടുത്തൊരു മാറ്റത്തിന്റെ സമയത്ത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വലിയ തൃശൂർ കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കോർപ്പറേഷൻ വിജ്ഞാനോത്സവം തൃശൂരിൽ നടന്നു. മേയർ MK വർഗീസ് വിജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ വിജ്ഞാനോത്സവ സമിതി കൺവീനർ ശശികുമാർ പള്ളിയിൽ, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, കോർഡിനേറ്റർ MR സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ പുതിയതായി എമർജൻസി സ്ലൈഡിംഗ് ബൂം വരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ കീഴിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പണി നടക്കുന്നത്. പുതിയ സംവിധാനം വന്നാൽ സിഗ്നൽ കിട്ടാതെ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും കഴിയാതെ വരും. BJP നേതാവ് ശോഭാ സുരേന്ദ്രന് കോടതി സമൻസ് അയച്ചു. ഗോകുലം ഗോപാലനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് സമൻസ്. മാർച്ച് 28-ന് കോടതിയിൽ ഹാജരാകാൻ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. സൗദിയുടെ 20 ക്രിക്കറ്റ് അന്താരാഷ്ട്ര ടീമിൽ ഇടം പിടിച്ച് തൃശൂർ പുതുരുത്തി സ്വദേശി സിദ്ധാർത്ഥ് ശങ്കർ. കരുമത്തിൽ ശങ്കരനാരായണന്റെയും ശോഭാ ശങ്കറിന്റെയും മകനായ സിദ്ധാർത്ഥ് ശങ്കറാണ് 2026-ലെ ICC T20 മത്സരത്തിൽ യോഗ്യത നേടിയിരിക്കുന്നത്. ഖത്തർ ദ്വാഹയിലെ വെസ്റ്റേൺ പാർക്ക് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന യോഗ്യതാ മത്സരത്തിൽ സൗദിക്ക് വേണ്ടി സിദ്ധാർത്ഥ് ശങ്കറും ജേഴ്സി അണിഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം 19-ന് UAE-യിലെ ICC അക്കാദമിയിൽ നടന്ന GCC ഗൾഫ് കപ്പ് മത്സരത്തിൽ സൗദി ടീമിന് 3-ാം സ്ഥാനം നേടാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് സിദ്ധാർത്ഥ് ശങ്കർ അറിയിച്ചു. കുന്നംകുളം ചേറുവള്ളിക്കടവ് 100 അടി തോടിന്റെ വാർഷിക പരിപാലനം തുടങ്ങി. വെട്ടിക്കടവ് മുതൽ കരിച്ചാൽ കടവ് വരെയുള്ള 3.25 കിലോമീറ്റർ ദൂരമാണ് ശുചീകരിക്കുന്നത്. തോട്ടിലെ നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന കുളവാഴകളും തോട്ടിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയുമാണ് നീക്കം ചെയ്യുന്നത്. ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം MLA AC മൊയ്തീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ തുടങ്ങിയവർ സന്നിഹിതരായി. ദേശീയ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള ടീം ശനിയാഴ്ച യാത്ര തിരിക്കുമെന്ന് സ്റ്റേറ്റ് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫൈനൽ സെലക്ഷൻ കഴിഞ്ഞ കേരള പുരുഷ വനിതാ ടീമുകൾ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും യാത്രയാകും. ജനുവരി 7 മുതൽ 14 വരെ രാജസ്ഥാനിലെ ജയ്പൂരിൽ വച്ചാണ് ദേശീയ ചാമ്പ്യൻഷിപ്പ്. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CK ഉസ്മാൻ ഹാജി, മേഴ്സി ജോബി, സാംബശിവൻ, സഞ്ജയ് ബാലിക്, രാജീവ് തൃശൂർ എന്നിവർ പങ്കെടുത്തു.
ശ്രീനാരായണപുരത്ത് ഔഷധ സസ്യ കൃഷി വിളവെടുപ്പ് നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. EK ബിജു, CC ജയ, വാർഡംഗം KR രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ തൊഴിലുറപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. ഒന്ന്, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ഉപയോഗം വരും. ആണുങ്ങൾ വിചാരിക്കും ഈ ചെയ്യുന്ന പണി വേറൊരു ദിവസം ചെയ്താൽ ആഴ്ച ദിവസം ഞങ്ങൾക്ക് ഈ കാശ് മുഴുവൻ കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. കുറുന്തോട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷിക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് കൂർക്കയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാഷയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു പെരുന്തോടിൻ്റെ സൈഡിൽ കപ്പലണ്ടി കൃഷി വേണമെന്നുള്ളത്. ആ കപ്പലണ്ടി കൃഷി ആരംഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പരിപാടി എപ്പോൾ വിളിച്ചാലും എത്താമെന്നുള്ള സന്തോഷമാണ് അറിയിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ LLB പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഡ്വക്കേറ്റ് ജൂലിയ ഷാജിനെ CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. CPI ലോക്കൽ സെക്രട്ടറി KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടാലത്ത്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, റിനോൾഡ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നംപറമ്പ് മച്ചാട് പള്ളി തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വർഗീസ് തരകൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ സെബി ചുറ്റിലപ്പള്ളി സഹകാർമ്മികനായി. VP സാന്റോ, വിൻസെന്റ് തോമസ്, VT ജിനോ, PD സേവ്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കവി സിദ്ദി കുളപ്പുറത്തിന്റെ എന്റെ നാടെന്ന കവിതാ പ്രകാശനം ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. പള്ളം മേഖലാ വികസന സമിതി പ്രസിഡന്റ് KK മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് സഖാഫി മുള്ളൂർക്കര, ഗീത ജോസഫ്, സത്താർ ആദൂർ, TS മമ്മി ദേശമംഗലം, മൊയ്തീൻ ഷാ തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി, രവീണ അംബരീഷ്, EK രാഗി എന്നിവർ സംസാരിച്ചു. നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലസൌഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കതിരുകൾ എന്ന പേരിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കില റിസോഴ്സ് അസോസിയേറ്റ്സ് കോർഡിനേറ്റർ KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സജിൻ മേലേടത്ത്, KV ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. വലിയൊരു ദൗത്യത്തിലേക്ക് നടന്നെടുക്കുന്ന തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 42ാം വാർഷികം ആഘോഷിച്ചു. MACT തൃശൂർ ഡിസ്ട്രിക്ട് ജഡ്ജി TK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. മാർ ടോണി നീലങ്കാവിൽ, ഫാദർ ജോയ് അടമ്പുകുളം തുടങ്ങിയവർ സംബന്ധിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് വലിച്ചെറിയൽ വിരുദ്ധ സന്ദേശയാത്ര നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ബോധവൽക്കരണ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ജോസ് മോൻ, ജനപ്രതിനിധികളായ ശ്രീദേവി ഡേവിസ്, മിനി മോഹൻദാസ്, സുനീതി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നെൽ കർഷകർക്ക് പലിശരഹിത വായ്പ നൽകുന്നതിന്റെ ഉദ്ഘാടനം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലശ്ശേരി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പ്രസ് ക്ലബ് പരിസ്ഥിതി സംബന്ധമായ അച്ചടി ദൃശ്യമാധ്യമ റിപ്പോർട്ടുകൾക്ക് നൽകുന്ന TV അച്യുത വാര്യർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമത്തിലെ വാർത്താ പരമ്പരയ്ക്ക് രജി R നായർ, ദൃശ്യമാധ്യമത്തിലെ റിപ്പോർട്ടിന് ബിജു പങ്കജ് എന്നിവർ അർഹരായി. 15,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 14-ന് സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ,
KUWJ ജില്ലാ പ്രസിഡന്റ് MP ബാബു, CS ദീപു എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ അമ്പുതിരുനാളിന് കൊടിയേറി. ഫാദർ വിപിൻ വേരംപിലാവ് കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ ഷിബു നെല്ലിശ്ശേരി, ട്രസ്റ്റിമാരായ ദേവസി മാഞ്ഞുകാരൻ, കൊച്ചപ്പൻ ചക്യത്ത്, ഷാജൻ കുറിയേടത്ത്, ഡേവിസ് പാണാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 10, 11, 12 തീയതികളിലാണ് തിരുനാൾ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7180, പവന് 57,440. വെള്ളി ഗ്രാമിന് 95, പ്ലാറ്റിനം ഗ്രാമിന് 3258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ കാലിൽ ബസ് കയറി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പുതുക്കാട് സിഗ്നലിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കടന്നലാക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കടന്നലാക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും എണ്ണമേറുന്നു. മന്ത്രി ഇടപെട്ടിട്ടും ഡിസംബർ മാസത്തെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല. കേരള കലാമണ്ഡലത്തിലെ ജീവനക്കാർ സമരത്തിലേക്ക്. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപത്തെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ജില്ലയിൽ ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാട്ടുപന്നി ശല്യം ഒഴിവാക്കാൻ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ക്വാഡ് യാഥാർത്ഥ്യമായില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.